നമസ്തേ, ഞാൻ ജെ കിഷോർ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ അൽസഫി ട്രേഡിംഗ് കമ്പനി LLC, സെലിബ്രേറ്റഡ് ബൈ എലൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE, ഇൻസ്പയർഡ് ബൈ ഒയാസിസ് കെമിക്കൽസ്. തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിക്ഷേപം എന്നത് സമ്പത്ത് സൃഷ്ടിക്കുന്നതിനപ്പുറം ഭാവി സുരക്ഷിതമാക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനപ്പുറം സാമ്പത്തിക ഭാവി സുസ്ഥിരമാക്കുന്നതിനും നിക്ഷേപങ്ങൾ ആവശ്യമാണ്. കാരണം നാടും വീടും ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടയവരെയും കാണാതെ മണലാരണ്യത്തിൽ ചോര നീരാക്കി സമ്പാദിക്കുന്ന പണത്തിന് അത്രയേറെ മൂല്യമുണ്ട്. അതിനാൽ നിക്ഷേപങ്ങൾ സുരക്ഷിതമായേ മതിയാവൂ. ഈ വിഷയമാണ് ഇന്നത്തെ പ്രവാസികൾ പറയട്ടയിൽ ചർച്ച ചെയ്യുന്നത്. പ്രവാസിയുടെ സുരക്ഷിത നിക്ഷേപ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ചർച്ചയിൽ എനിക്കൊപ്പം പങ്കുചേരുന്നത് ഒമാനിലെ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളാണ്. ശ്രീ സനിൽ വർഗീസ്, വൈസ് ചെയർമാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, മസ്കറ്റ് ചാപ്റ്റർ. ശ്രീ സുശാന്ത് എസ് നായർ, കൺട്രി മാനേജർ, QBG ജിയോജിത് സെക്യൂരിറ്റീസ്. ശ്രീ ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ്, ഇന്റേണൽ ഓഡിറ്റ്, ഒമാൻ വെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. ശ്രീ വിഘ്നേശ്വരൻ മഹാലിംഗം, സ്ക്വയർ യാർഡ്സ് റിയൽ എസ്റ്റേറ്റ്സ് ഏജൻസ്. എല്ലാ മാന്യ അതിഥികൾക്കും സ്വാഗതം. ആദ്യം ശ്രീ സനിൽ വർഗീസിലേക്ക് പോകുന്നു. ശ്രീ സനിൽ വർഗീസ്, പ്രവാസികൾ എല്ലാ കാലത്തും നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഒട്ടേറെ നിക്ഷേപ സാധ്യതകളാണ് അവരുടെ മുൻപിൽ തുറന്ന് കിട്ടുന്നത്. ഒട്ടേറെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസികളും അല്ലെങ്കിൽ അത്തരം പ്രോജക്റ്റുകളുടെയും ഒക്കെയും ഭാഗമാവാറുണ്ട് പലപ്പോഴും. പക്ഷേ അതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ലാഭകരമാണ്, എത്രമാത്രം ഗുണകരമാണ് എന്നുള്ള കാര്യം എല്ലാ കാലത്തും ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന രീതിയിൽ കൂടിയാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. ഒരു എഫക്റ്റീവായിട്ടുള്ള നിക്ഷേപ സാധ്യതകൾ ഇപ്പോൾ എന്തൊക്കെയാണ് പ്രവാസികളുടെ മുന്നിലുള്ളത്? ഒരു സുരക്ഷിത നിക്ഷേപം എന്ന് പറയുമ്പോൾ ഒരു 25 മുതൽ 30 വർഷം വരെ പ്രവാസിയായിട്ട് ജീവിച്ചതിന് ശേഷം നാട്ടിലെത്തുമ്പോൾ അതിനുശേഷം ശിഷ്ടമുള്ള കാലം സുഖമായി ജീവിക്കുവാനുള്ള വരുമാനം തരുന്നതെന്തും സുരക്ഷിത നിക്ഷേപമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏത് നിക്ഷേപം എടുത്തു കഴിഞ്ഞാലും, ഏത് സംരംഭം അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിസ്ക് ഒരു ഫാക്ടറാണ്. ഹയർ ദ റിസ്ക് മോർ റിട്ടേൺ. അതായത് നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടുതലുള്ള ഇൻവെസ്റ്റ്മെന്റിലാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത്. അതേപോലെ തിരിച്ചും വരുമാനം കുറവുള്ളതിലാണ് നമുക്ക് സുരക്ഷിതം കൂടുതലുള്ളത്. ഇപ്പം NRIസിനുള്ള ഓപ്ഷൻസ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് FD ഫ്രം ബാങ്ക്സ്, അതിൽ NRI ഉണ്ട്, NRO ഉണ്ട്. NRI അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോറിൻ കറൻസി റെമിറ്റൻസിന് മാത്രമേ പറ്റൂ. അതിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് എക്സംഷൻ ഉണ്ട്. NRO എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ നാട്ടിൽ റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ റെമിറ്റ് ചെയ്യാനായിട്ട് ആ അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതിലുള്ള ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. FCNR അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. അവിടെ ഇൻട്രസ്റ്റ് കുറവാണ്, പക്ഷെ നമുക്ക് അതൊരു കറൻസി ഫ്ലക്ച്വേഷനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. പിന്നെ ഉള്ളത് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ച് സുശാന്ത് കൂടുതലായിട്ട് സംസാരിക്കും. ഡയറക്റ്റ് ഇക്വിറ്റി ഉണ്ട്. ഡയറക്റ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യൻ കമ്പനികളിലെ ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമുക്ക് മേടിക്കുവാനുള്ള അവസരമുണ്ട്. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഒരു NRI അക്കൗണ്ട് ഒരു ബാങ്കിലുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓൺലൈനായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് വേറൊരു ഓപ്ഷനാണ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർട്ടീസ് മേടിക്കാം, ഹൗസിംഗ് പ്രോപ്പർട്ടീസ് മേടിക്കാം. നാട്ടിലുള്ള ഒരു റെസിഡന്റിനുള്ള അതേ ടാക്സ് ബെനിഫിറ്റ്സ് ഈ പ്രോപ്പർട്ടി മേടിക്കുന്നവർക്കും കിട്ടും. ബോൺസ് ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഇത് മറ്റൊരു ഓപ്ഷനാണ്. പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, നാഷണൽ പെൻഷൻ സ്കീം ഉണ്ട്. ഇങ്ങനെ പലവിധ സ്കീംസ് ഉണ്ട്. ഇതിനെല്ലാം ഇതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു സംരംഭകൻ, അതായത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ഒരാൾ പോവുകയാണെങ്കിൽ നാട്ടില് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് അവിടെ ബിസിനസ്
തുടങ്ങുന്ന ഒരാൾക്ക് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഭികാമ്യം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോ കൂടുതലായിട്ട് ടെക്നോളജിയിലേക്കാണ് ഗവൺമെന്റ് ഫങ്ഷനിങ്, ബിസിനസ് ഫങ്ഷനിങ് എല്ലാം പോകുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ, ഇതെല്ലാം ഒരു 5 വർഷത്തില് നമ്മൾ എങ്ങനെയാ ബിസിനസ് ചെയ്യുന്നത് അത് ശരിക്കും മാറും. അപ്പോൾ ആ ഫീൽഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം വേറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒമാനിൽ ഈ 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് ഐറ്റം വന്നിരുന്നു. നമ്മൾക്ക് ഇവിടെ തന്നെ മൾട്ടി ഫ്ലാറ്റ്സ് മേടിക്കാനുള്ള അവന്യൂ ഗവൺമെന്റ് തുറന്നു തന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കേണ്ടതാണ്. എല്ലാത്തിനും അതിൻ്റെതായ റിസ്കുകളുണ്ട്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതിന്റെ പല വശങ്ങളും നമ്മൾ ആലോചിക്കേണ്ടതാണ്. എല്ലാം 100% സുരക്ഷിതമെന്ന് പറയാൻ സാധിക്കുകയില്ല. ഏറ്റവും ഇതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും ആലോചിച്ചതിന് ശേഷം വേണം ഏതിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കുള്ള ഫണ്ട്സ് നോക്കിയിട്ട് ഒരു സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പലതിലേക്ക് സ്പ്രെഡ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റ്, ബാങ്ക്സ്, അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതായിരിക്കും അഭികാമ്യം. ശരി. ശ്രീ സുശാന്ത് എസ് നായർ, ഈ നിക്ഷേപങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ FD ഉണ്ട്. പലരും സുരക്ഷിത നിക്ഷേപമായി കാണുന്നത് ബാങ്കുകളിലെ FD ആണ്. അതാകുമ്പോൾ മാസം കൃത്യമായിട്ടുള്ള പലിശ കിട്ടും എന്ന രീതിയിലൊക്കെ ആയിരുന്നു ആദ്യകാലങ്ങളിൽ പ്രവാസികൾ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് സ്റ്റോക്കിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഇക്വിറ്റികളിലൊക്കെ ആണെങ്കിലും റിയൽ എസ്റ്റേറ്റിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് വരെ എത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വരെ ഇപ്പോൾ പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എത്ര പേർക്ക് ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഇക്കാര്യത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര പേർക്ക് അത് ലഭിക്കുന്നുണ്ടാകും? പലർക്കും ആ ഒരു കാര്യത്തിൽ വളരെ ലാക്ക് ഓഫ് നോളജ് ഉണ്ട്. ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ടാകും. പക്ഷേ കൃത്യമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഷെയർസിലാണെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? അതെ, ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. പ്രവാസികളുടെ നിക്ഷേപ സാധ്യതകളെ പറ്റി പറയുമ്പോൾ പൊതുവെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യം നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഈ പറഞ്ഞ പ്രോപ്പർട്ടി, ബാങ്ക് ഡിപ്പോസിറ്റ്, ഗോൾഡ് ഒക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാവരും പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. എല്ലാവരും സെലക്ട് ചെയ്യുന്നത് അതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒരു ബേസിക് പ്രിൻസിപ്പിൾപ്പെട്ട ഒരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം സംസാർ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ പല മേഖലകളിലായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും, ഇവിടെ ജീവിക്കുന്ന പല ആളുകളും എന്തെങ്കിലും മിച്ചം വെച്ചാൽ ആദ്യം ചെയ്യാൻ എന്താണ്, ഒരു സ്ഥലം മേടിക്കുന്നു അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുന്നു. ഇതൊക്കെ വേണ്ട തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ എല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം. പ്രോപ്പർട്ടി വേണം, ഗോൾഡ് വേണം, ഓഹരി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് വേണം, മ്യൂച്വൽ ഫണ്ട്സ് വേണം, ബാങ്ക് ഡിപ്പോസിറ്റ് വേണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാവണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവുന്ന ഡൗൺ ഇതുപോലത്തെ എല്ലാ അസറ്റ് ക്ലാസും ഒരേ സമയത്ത് ഒരേപോലെ എല്ലാം പെർഫോം ചെയ്യാം. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് ഒക്കെ വളരെ മോശമാണ് അല്ലെ, അതേ സമയത്ത് ഇക്വിറ്റി മാർക്കറ്റ് പെർഫോം ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഈ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിലനിർത്തുമ്പോഴും നമ്മൾ റിസ്ക് വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യനിൽ മാത്രമല്ല, നമുക്ക് ഇപ്പം പല ഇന്ത്യൻ കമ്പനികളും ഈവൻ US-ഉം യൂറോപ്യൻ മാർക്കറ്റ് ഫെസിലിറ്റീസ് പോലും കൊടുക്കുന്നുണ്ട്. ഒരു NRI-നോ അല്ലെങ്കിൽ NRI-ക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്കോ ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയിലോ യൂറോപ്പിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പോലും ഉണ്ടെന്നുള്ളതാണ്. ഇതൊന്നും ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ പല ആളുകൾക്കും ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പം റിയൽ എസ്റ്റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒമാനിൽ ഇപ്പൊ ഇന്നലെയായിട്ട് വന്ന ന്യൂസാണ് 45,000 റിയാൽസ്. മുമ്പ് റിയാൽസ് വരെ എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രോപ്പർട്ടീസോ വാങ്ങിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഇപ്പോഴുണ്ട്. മുമ്പ് നമ്മൾ അത് വാങ്ങിക്കാൻ വലിയ എമൗണ്ട് വേണ്ടിയിരുന്നു. ഇപ്പോഴും ഈവൻ അതിന്റെ ഇത് കുറച്ചു 45,000 റിയാൽസിന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒമാനിൽ
പ്രോപ്പർട്ടീസ് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രോപ്പർട്ടിന്നോ അല്ലെങ്കിൽ ഗോൾഡോ എന്നൊന്നുള്ളതല്ല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷനൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ റിട്ടേൺ നോക്കണം, അതുപോലെ തന്നെ സേഫ്റ്റി, ലിക്വിഡിറ്റി, ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിനകത്ത് അതിന്റെ സേഫ്റ്റി വളരെ നമ്മൾ പഠിച്ചിരിക്കണം, അത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ അതിനകത്ത് കിട്ടുന്ന റിട്ടേൺ, നമ്മളെ ഇൻഫ്ലേഷനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ആണോ കിട്ടുന്നത് നോക്കണം. ലിക്വിഡിറ്റി, നമുക്ക് അത്യാവശ്യത്തിന് പൈസ ആക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് നോക്കിയിരിക്കണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് 4 കാര്യങ്ങളാണ്: ഡൈവേഴ്സിഫിക്കേഷൻ, റിട്ടേൺ ആൻഡ് ലിക്വിഡിറ്റി, ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഇത് പലപ്പോഴും പല ആളുകളും ഇഗ്നോർ ചെയ്യുന്നതാണ് കാണാറ്. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ NRIസിന് പൊതുവെ നമുക്ക് നാടിനോടൊരു വലിയ സ്നേഹം കൂടുതലാണ്, നാട്ടുകാരോട്. നമ്മളെന്താ ചെയ്യുക? സാധാരണ രീതിയിൽ പോകുന്ന ഒരാള് നാട്ടിൽ നമ്മളൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ആരെങ്കിലും പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യാം. അത് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിനകത്ത് എത്ര റിട്ടേൺ ഉണ്ട്, അതിന്റെ സേഫ്റ്റി എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കും പല ആളുകളും പല ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. വീണ്ടും കുറച്ച് ഏറെ വിഷയങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. വരാം പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ ചന്ദ്രബാബുലേക്ക് പോകുന്നു. ശ്രീ ചന്ദ്രബാബു, ഇപ്പോൾ നമ്മൾ ഈ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അത് സുരക്ഷിതവുമായിരിക്കണം, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ ഏതാണ് സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്ന കാര്യത്തിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു FD എന്ന രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ അതിലും മികച്ച സാധ്യതകൾ ഇപ്പോൾ മുൻപിലുണ്ട്, നിക്ഷേപത്തിനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുവൻ്റെ പ്രവാസിയുടെ ലിക്വിഡിറ്റി ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എത്ര കാലത്തേക്ക് നിക്ഷേപിക്കാൻ കഴിയും എന്നൊക്കെയുള്ള സാധ്യതകൾ അറിഞ്ഞിട്ട് വേണം യഥാർത്ഥ സ്ഥലത്ത് നിക്ഷേപിക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രവാസികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ ശ്രീ ചന്ദ്രബാബു, കേൾക്കാം. എന്നോടാണ്. ഓക്കെ. നമസ്കാരം. ഇതില് ജനൻ TVയിലേക്ക് ഈ ഒരു ഡിസ്കഷൻ ഇൻവൈറ്റ് ചെയ്തതിൽ എല്ലാവരോടും നന്ദി. അതേപോലെ തന്നെ എല്ലാവരോടും എൻ്റെ നമസ്കാരം പറയുന്നു. പിന്നെ ഈ ഒരു കാര്യത്തില്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ബേസിക്കലി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഇപ്പൊ മിസ്റ്റർ സുശാന്ത് പറഞ്ഞ പോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്കുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക് ഇഷ്യൂസ് നമ്മുടെ സനൽ സാർ പറഞ്ഞു. റിസ്ക് ഉണ്ട്, റിസ്ക് ഹൈ ആണെങ്കിൽ റിട്ടേൺ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ലിക്വിഡിറ്റി ഇഷ്യൂ, പിന്നെ ബേസിക്കലി സേഫ്റ്റി, ഇതുപോലുള്ള പല ഘടകങ്ങൾ പരിശോധിച്ചാണ് ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രവാസിയെ സംബന്ധിച്ച് ബേസിക്കലി വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുപോലുള്ള ഒരു അനാലിസിസ് ചെയ്യാനുള്ള ഒരു നോളജ് എല്ലാ പ്രവാസിക്കും ഉണ്ടാകണമെന്നില്ല. അപ്പം പ്രവാസി ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വരുമ്പോൾ പോകുന്നു എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ ഹെൽപ്പ് എടുക്കും. അത് മാനേജ്മെന്റ്, ഇതുപോലെ എന്താ പറയുന്നത്, ജിയോജിത് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്. പിന്നെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്, ബേസിക്കലി ഇൻഷുറൻസിലാണെങ്കിൽ ഇൻഷുറൻസ് ഏജൻസ്. അപ്പൊ ഇവിടെ ബേസിക്കലി ഒരു മിഡിൽ മാനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവര് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക്കലി വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ മിഡിൽ മാൻ എത്രത്തോളം റിലയബിൾ ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രവാസിയെ സംബന്ധിച്ച് എല്ലാ പ്രോഡക്റ്റിന്റെയും പ്രോസ് ആൻഡ് കോൺസ്, അതായത് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റും പോസിറ്റീവ് ഇമ്പാക്റ്റും അനലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഓരോ പ്രോഡക്റ്റും. അപ്പൊ ഇവിടെ ഈ മിഡിൽ മാൻ എത്രത്തോളം ഇവരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, അതായത് വ്യക്തമായ അഡ്വൈസ് കൊടുക്കുന്നു, അത് അനുസരിച്ചിരിക്കും ആ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് റിലയബിൾ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരി,
ശ്രീ വിഘ്നേശ്വരൻ മഹാലിംഗം, കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഡയറക്റ്റ് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്സ്, റിയൽ എസ്റ്റേറ്റ്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെ പല രീതിയിലും ഇപ്പോൾ പ്രവാസികൾ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തെക്കുറിച്ച് വരാം, പ്രത്യേകിച്ച് കേരളത്തിലേക്ക്. ഇപ്പോൾ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് രംഗം അത്രയേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ അത്രയേറെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ പല ആൾക്കാരും ഈ ഒരു കോവിഡിൻ്റെ ഈ ഒരു വരവോടുകൂടി വളരെ ദയനീയമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രം പ്രായോഗികമായിരിക്കും? സാർ, ഈ കോവിഡ് സിറ്റുവേഷനില് റിയൽ എസ്റ്റേറ്റ് കുറച്ച് ഇത് ലാസും ഇല്ല കൂടുതൽ കുറച്ചിട്ടുണ്ട്, ബിസിനസ്സും ഒന്നുമില്ല. ബിസിനസ് കൂടുതലായിട്ടുണ്ട് ഈ കോവിഡ് സിനാരിയയില്. അപ്പോ സാർ മുമ്പ് പറഞ്ഞതുപോലെ മറ്റേ RD ഉണ്ട്, റിക്രൂട്ടിംഗ് ഡെപ്പോസിറ്റ്, മറ്റേ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്യൂർഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് മോർ ദാൻ എക്സ്പെക്ടേഷൻ മാർജിൻ കിട്ടേണ്ട ബിസിനസ് ആണ്. അപ്പോ ഇപ്പൊ NRI ഇവിടെ ഒമാനിലെ NRI ആൾമാർക്കിലും ഉണ്ട്. NRI ആൾമാർക്കിൽ പറയുമ്പോ അയാൾക്ക് അപ്പോ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്, ട്രാൻസാക്ഷൻ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, മറ്റേ പ്രോപ്പർട്ടി ലൈഫ് സൈക്കിളിന് അങ്ങനെ ഉണ്ട്, മറ്റേ ഡെഡിക്കേഷൻ റിലേഷൻഷിപ്പ് മാനേജർ, മറ്റേ പോർട്ട്ഫോളിയോ മാനേജർ. ഇതിന്റെ സപ്പോർട്ട് ഞങ്ങളുടെ ഇപ്പോ കൺസൾട്ടന്റ് വർക്കായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റില്. അപ്പോൾ അതിന്റെ മൊത്തം കൂടുതൽ ലൊക്കേഷൻ വെരിഫിക്കേഷൻ, ഡെവലപ്പറിന്റെ ക്വാളിറ്റി, മാർക്കറ്റിലെ ഉള്ള മറ്റു ആൾമാർക്കുകളുടെ ക്വാളിറ്റി, അതെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്ത് ഇവിടെ ആൾമാർക്കുകളുടെ എൻഡ് ടു എൻഡ് സർവീസ് ചെയ്ത് കൊടുക്കാം. എൻഡ് ടു സർവീസ് ചെയ്ത് മാത്രമല്ല, കൂടുതലായിട്ട് ഒരു ആൾമാർക്കൽ അവിടെ നിയമിച്ചിട്ട് അതിന്റെ റിയൽ എസ്റ്റേറ്റിന്റെ അപ്ഡേഷൻ എന്താ, സ്ലാബ് വൈസ് റിയൽ എസ്റ്റേറ്റിന്റെ അപ്ഡേഷൻ എന്താ, ഈ കൂടുതൽ വർക്കും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പറയുമ്പോ അപ്പൊ എങ്ങളുടെ അടുത്ത് റിയൽ എസ്റ്റേറ്റിന് പറയുമ്പോ ഈ കോവിഡ് സിനാരിയോയില് കൂടുതലായിട്ട് ബിസിനസ് ഉണ്ട് സാർ. ഞങ്ങളുടെ ലാസ് ഒന്നും കണ്ടിട്ടില്ല. ബിസിനസ് ഞാൻ നോർമലായിട്ട് ചെയ്തുള്ളത് പെർ മന്ത് 4 ട്രാൻസാക്ഷൻ 7 ട്രാൻസാക്ഷൻ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇപ്പൊ അങ്ങയെ സമീപിക്കുന്ന ഒരു ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വൈസ് ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ക്ലയന്റ് വന്നാൽ അങ്ങേക്ക് എന്ത് മറുപടി ആയിരിക്കും, എന്ത് റിപ്ലൈ ആയിരിക്കും, എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കാൻ കഴിയുന്നത്? ഈ ഫ്ലൈറ്റിന്റെ അല്ല, ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് അങ്ങയോട് ആരെങ്കിലും ഇതിന്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന രീതിയിൽ അങ്ങയെ കോൺടാക്ട് ചെയ്താൽ എന്തായിരിക്കും അവരോട് പറയാൻ പറ്റുന്നത്? പറയാൻ പറ്റേ എക്സ്പെർട്ടിന് പറയുമ്പോ കുറെ ആൾക്കാരുണ്ട്. എക്സാമ്പിൾ എന്റെ ജൂനിയർ ഉണ്ട്, എന്റെ മാനേജർ ഉണ്ട്. ഓൾറെഡി എന്റെ മാനേജറിന് പറയുമ്പോ എന്റെ ജൂനിയർ ഉണ്ട്, എക്സ്പെർട്ട് ആണ് ഈ സമയത്ത്. ശരി. ശ്രീ സനൽ വർഗീസ്, നമുക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നാട്ടിൽ ഒട്ടേറെ പ്രവാസികൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒട്ടേറെ പ്രവാസികൾ ലാൻഡിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാറുണ്ട് പലപ്പോഴും. അത് ഇതുവരെയും വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത്, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഒട്ടേറെ പണം പലയിടങ്ങളിലായി ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വല്ലാതെ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന വലിയൊരു വിഭാഗം പ്രവാസികൾ തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോൾ ലാൻഡിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രമാത്രം ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കുമെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? കേരളത്തിലെ എന്റെ കസ്റ്റമർ ഒരാളുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം, സുനിലിന്റെ ഒരാളുണ്ട്. അയാൾ ഇതുവരെയും ഈ കോവിഡ് സിറ്റുവേഷനില് കടന്ന 4 മാസം കഴിഞ്ഞ് 7-8 ട്രാൻസാക്ഷൻ ആൾ മാത്രം ചെയ്തിട്ടുണ്ട്. കൊച്ചിനിലെ പിന്നെ മലപ്പുറം, മറ്റേ തിരുവനന്തപുരം, അങ്ങനെ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ്. കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോ 2 months 1 time എനിക്ക് ബിസിനസ് കിട്ടി. അയാൾ പറയുമ്പോ ഫീഡ്ബാക്കിന്റെ പറയുമ്പോ ഗുഡ് അങ്ങനെ തന്നെ ഉണ്ട്. ഫീഡ്ബാക്കും മറ്റേ സർവീസും മറ്റേ DR ആൻഡ് ഡെഡിക്കേഷൻ റിലേഷൻഷിപ്പ് മാനേജർ എന്ന് പറയുമ്പോൾ അയാൾ സർട്ടിഫിക്കേഷൻ ആണ്. അങ്ങനെയായിട്ട് ഉണ്ടാകുമ്പോൾ റിസൾട്ട് കാണുമ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് കിട്ടിയിട്ടുണ്ട് അയാളുടെ അടുത്ത്. സുനിൽ, ഹിസ് മിസ്റ്റർ സുനിൽ ഫ്രം തിരുവനന്തപുരം. ശരി, ഞാൻ ശ്രീ സനൽ വർഗീസിലാണ് ചോദ്യം ചോദിച്ചിരുന്നത്. ശ്രീ സനൽ വർഗീസ്, താങ്കൾക്ക് തുടരാം. ഓക്കെ,
നമ്മൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻകം, മന്ത്ലി റവന്യൂ കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അപ്രീസിയേഷൻ ഉണ്ടാകുക. അപ്പം ലൊക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ലുക്ക്, നമ്മളിപ്പോ ബോംബെയിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കവാറും ഒരു 10 years കൊണ്ട് ഡബിൾ എങ്കിലും ആവും. ആ ഒരു സ്ഥിതി നമ്മുടെ നാട്ടിലില്ല അപ്രീസിയേഷന്റെ കേസിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈവൻ ഇപ്പോഴും സ്റ്റോക്ക് ഇറ്റ്സ് ഓവർ സ്റ്റോക്ക്, റിയൽ എസ്റ്റേറ്റ് ഈസ് ഓവർ സ്റ്റോക്ക്ഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അനദർ 5 years ഇങ്ങനൊരു അപ്രീസിയേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ ഒരു ഒരു നമ്മളുടെ ഒരു 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 ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ സമീപത്തുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി നമുക്കൊരു റെന്റ് റെക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ ഒരു വേക്കൻസിയുടെ പെർസെൻറ്റേജ് വളരെ മിനിമം ആയിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെന്റും അത് വിലയിരുത്തിയിട്ട് വേണം ചെയ്യാൻ. അതിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നുള്ള മന്ത്ലി റെക്കറിംഗ് റവന്യൂ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മുടെ പ്രതീക്ഷ ഒരു അപ്രീസിയേഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് തക്ക ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതിന് തക്ക സിറ്റി വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. കേരളത്തിൽ ഇപ്പം കൊച്ചിയാണ് നമ്മുടെ ഒരു സിറ്റി എന്ന് പറയുന്നത്. കൊച്ചിയിൽ പാസ്റ്റ് 5 years ഇൻവെസ്റ്റ് റിയൽ എസ്റ്റേറ്റ് എന്താ പറയുക ഓവർ സ്റ്റോക്ഡ് ആണ്, ഫ്ലാറ്റ്സ് ആൻഡ് അത് ഇൻഡയറക്ട്ലി ഇറ്റ് വിൽ അഫക്ട് ദ ലാൻഡ് പ്രൈസ് ഈവൻ എന്നാണ് എന്റെ അഭിപ്രായം. ഇതിപ്പോൾ ഈ ലാൻഡിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെയാണല്ലോ ഈ ഒരു ഫ്ലാറ്റിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. കാര്യം ഒട്ടേറെ പ്രവാസികൾ ഫ്ലാറ്റുകളിലും പണം മുടക്കിയിരുന്നു. അത്തരമൊരവസ്ഥയും പലരും നേരിട്ടിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ഇനിയിപ്പോൾ ഈ ഒരു പശ്ചാത്തലം കഴിയുന്നത് വരെ അതൊരു വൈസ് ഡിസിഷൻ ആയിരിക്കുമോ? ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോൾഡ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ, അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം കേരളത്തിൽ ഇപ്പൊ കൊച്ചിയിൽ കാണുന്നത് എന്ന് വെച്ചാൽ 70 lakhs താഴെയുള്ള അപ്പാർട്ട്മെന്റ്സും 2 crores മുകളിലുള്ള അപ്പാർട്ട്മെന്റ്സും ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റിൽ സ്പൈക്ക് ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ആയിട്ട് ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നമ്മളുടെ റിസോഴ്സസ് നോക്കിയിട്ട് മുഴുവനും കൊണ്ടുപോയിട്ട് പ്രോപ്പർട്ടിയിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര ഭീകരമായിട്ട് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയും എല്ലാം ബാധിക്കും. പക്ഷേ ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട് ശ്രീ സനിൽ വർഗീസ്, അതായത് ഇപ്പോഴാണ് ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന്. കാരണം ഈ ഒരു കാലമൊക്കെ മാറും, വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു ബിസിനസ് വളരെ ഡള്ളായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഫ്യൂച്ചറിൽ അതിൻ്റെ ഒരു റിട്ടേൺസ് ഇതിൻ്റെ എത്രയോ 10 മടങ്ങ് കിട്ടും എന്നും പലരും പറയുന്നുണ്ട്. കുറിച്ച് ഡിപ്പെൻസ് നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ്, പോളിസി ഡിസിഷൻസ് എന്നോടാണോ? സനൽ സാർ, ഇതിന്റെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പിന്നെ റെഗുലർ ഡെപ്പോസിറ്റ് മറ്റേ ഷെയർ മാർക്കറ്റ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ പ്രോഫിറ്റ് ഏതിന്റെ ഞാൻ പറയട്ടെ സർ. ഇപ്പോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പറയുമ്പോൾ മാക്സിമം എത്രയായിട്ട് പെർസെന്റേജ് ഞാൻ എടുക്കാം? 6%. അങ്ങനെ പറയുമ്പോൾ 4.5 to 5.6% ആണ്. മറ്റേ റെഗുലർ ഡെപ്പോസിറ്റ് പറയുമ്പോൾ മാക്സിമം 6% ആണ് ആസ് പെർ ദ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റ് പറയുമ്പോൾ മാർക്കറ്റിലെ ഇപ്പോൾ എക്സാമ്പിൾ ഗോൾഡ് മാർക്കറ്റിൽ ഏത് പ്രൈസ് ഉണ്ടോ അങ്ങനെ മാക്സിമം ആയിട്ട് 4% എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് പറയുമ്പോൾ ഞാൻ 100% ആയിട്ട് പറയാം, മാക്സിമം മോർ ദാൻ 100% എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഞാൻ പറയാം? ഇപ്പൊ എക്സാമ്പിൾ 35 lakhs എന്റെ അടുത്തുള്ള ഗോവാലെ ഒരു പ്രോജക്റ്റ് ആണ് 5-star റിസോർട്ട്. 5-star റിസോർട്ട് ഇപ്പോൾ 2020 മേടിക്കുമ്പോൾ അത് ആഫ്റ്റർ 4 years ഗോവ പറയുമ്പോൾ ഗോവ ഇറ്റ്സ് എ വെരി ലാർജസ്റ്റ് ടൂറിസ്റ്റ് ഏരിയ, നോട്ട് ഓൺ ലൈക്ക് ഫോർ ഇന്ത്യ, ഇറ്റ്സ് ആൾ ഓവർ വേൾഡ്. സോ അതിനെ പറയുമ്പോൾ ഇപ്പൊ മേടിച്ചാൽ 35 lakh ഇപ്പൊ മേടിച്ചാൽ ആഫ്റ്റർ 4 years അതിന്റെ പ്രൈസ് 100% മിനിമം 10 lakhs കൂടുതലായിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല 10 lakhs പ്ലസ് ഈ 4 yearsലെ
പെർ മന്ത് 5 സ്റ്റാർ ഹോട്ടലിന് പറയുമ്പോൾ 2 സ്റ്റാർ ഹോട്ടലിന്റെ നോർമൽ വാല്യൂ എന്താ നമ്മുടെ നാട്ടിലെ 2500 rupees ആണ് പെർ ഡേ. 3 സ്റ്റാറിന്റെ ഹോട്ടൽ 3 സ്റ്റാറിന്റെ പെർ ഡേ എത്രയായിട്ട് കിട്ടും? 4000 ശരി, rupees ഞാൻ ആണ്. അങ്ങയിലേക്ക് വരാം. വലിയ ഒരു നിരീക്ഷണമാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത്, അതിലേക്ക് വരാം. പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം